അമ്പലപ്പുഴയിലേക്കാണ്. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര MLA ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ സജീവമാണ്. നീർക്കുന്നത്തെ സ്കൂളിൽ അവിടുന്ന് അനധികൃതമായി മണ്ണ് കടത്തുന്ന ഒരു ആരോപണം ഉണ്ടാവുകയും അവിടെ അദ്ദേഹം അദ്ദേഹത്തെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് അവിടുത്തെ അമ്പലപ്പുഴയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഹാരിസ് അടക്കമുള്ളവരുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നൊരു വീഡിയോ നമ്മളേറെ കണ്ടിരുന്നു. അത് വൈറലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ ആലപ്പുഴയിലെ CPM നേതൃത്വം തന്നെ ജി സുധാകരനെതിരെ പരസ്യമായിട്ട് രംഗത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്തുകയും ചെയ്തു. തുടർന്ന് ജി സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിനെതിരെ കടുത്ത പരാമർശങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. നാസർ ഈ സുധാകരൻ്റെ ഓഫീസിന് നേരെ നടത്തിയ ഈ പ്രതിഷേധത്തിനിടെ പറഞ്ഞിരുന്നു, സുധാകരൻ പാർട്ടിക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ നിർത്തിയില്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് സുധാകരൻ ഇപ്പോൾ പറയുന്ന അത്തരത്തിൽ എന്നെ കൈകാര്യം ചെയ്താൽ അതിന് ഉത്തരവാദി നാസർ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രതിഷേധം നടത്തിയ CPMമാർക്കെതിരെ പോലീസ് കേസെടുത്ത് കൂടി ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ജി സുധാകരൻ ആലപ്പുഴയിലെ കൈരളിയിലെ റിപ്പോർട്ടറായ ഷാജഹാനെതിരെ നടത്തിയ വളരെ വർഗീയപരമായ പരാമർശങ്ങൾ കൂടിയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഷാജഹാനെ മുമ്പ് വലിയ തരത്തിൽ ചേർത്ത് പിടിച്ചിരുന്ന CPMലായിരുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുനടന്നിരുന്ന ഒരു നേതാവ് കൂടിയിട്ടായിരുന്നു ജി സുധാകരൻ. അതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം CPM ഇട്ട ശേഷം ഷാജഹാനെ താൻ വർഗീയവാദിയാണെന്ന് എനിക്കറിയാം ഇതിനു മുമ്പ് എന്ന തരത്തിൽ പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് പറയുന്ന നിലയുണ്ടായി. സുധാകരൻ എന്താണ് സംഭവിക്കുന്നത്? സുധാകരനെ പ്രതിരോധിക്കുന്നതിൽ ആലപ്പുഴയിലെ CPMന് പിഴവ് പറ്റുന്നുണ്ടോ? സുധാകരന് തക്ക മറുപടി കൊടുക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഇതാണ് പരിശോധിക്കുന്നത്. അജിംസ്, എന്താണ് ശരിക്കും ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമായിട്ട് നടക്കുന്ന ജി സുധാകരൻ എന്ന പാർട്ടിയിലെ അവിടുത്തെ അധികായനെ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുപോയ ആളെ നേരിടാൻ അവിടുത്തെ CPMൻ്റെ തന്ത്രങ്ങൾ മതിയാകുന്നില്ലേ? അത് എന്നേക്കാൾ നന്നായിട്ട് അമ്പലപ്പുഴയിലെ വോട്ടറായ സികേഷിന് അറിയാമെന്ന് തോന്നുന്നു. ജി സുധാകരൻ UDFന് ഒരു തലവേദനയായിരിക്കുമെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് മുമ്പ്. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ PV കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ TK ഗോവിന്ദനോ പോലെയല്ല ജി സുധാകരൻ. ജി സുധാകരൻ CPMൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹം മുമ്പ് CPMലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അദ്ദേഹത്തിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം പാർട്ടി മാറിയിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ, വേറെ പാർട്ടി പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ മാറ്റമില്ല, സമീപനങ്ങളിൽ മാറ്റമില്ല, പെരുമാറ്റത്തിൽ മാറ്റമില്ല. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ചിലർ പറയുന്നു അദ്ദേഹം ഒരു ഫ്യൂഡൽ മാടമ്പിയാണ്. അദ്ദേഹം മുമ്പും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം ഫ്യൂഡൽ മാടമ്പിയാണ്, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം എന്താണോ അത് തന്നെയാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് UDF എങ്ങനെ തലവേദനയാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ ഇപ്പോൾ CPMനെതിരാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. അദ്ദേഹം ഒരു കൈരളി റിപ്പോർട്ടർ വർഗീയവാദി എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടു. അതൊരിക്കലും ഒരു CPMകാരിൽ നിന്നുണ്ടാവാൻ പാടില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. അദ്ദേഹം UDFകാരനാണ്. ഇപ്പോൾ UDF സ്വതന്ത്ര MLA ആണെങ്കിലും UDFനൊപ്പം നിൽക്കുന്ന ആളാണ്. UDFകാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. പക്ഷേ ഇതേ ജി സുധാകരൻ CPMലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി, പാർട്ടിക്കകത്ത് എതിരാളിയായ H സലാമിനെ SDPക്കാരെന്ന് വിളിച്ച ആളാണ്. അതിൻ്റെ പേരിൽ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, H സലാമിനെതിരെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ ഒരർത്ഥത്തിലും ഒരു രാഷ്ട്രീയ ഔന്നത്യമുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ അദ്ദേഹം അഴിമതി നടത്തുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു. അദ്ദേഹം അഴിമതിക്കാരനല്ല. അദ്ദേഹം അഴിമതി നടത്തുന്ന ആരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തത്വങ്ങൾ ഇപ്പോൾ CPM പോലും ആക്ഷേപിക്കില്ല. പക്ഷേ തിരുത്തപ്പെടേണ്ട, എതിർക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളുണ്ട്, നിലപാടുകളിലുണ്ട്. ആ നിലപാടുകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. അത് മുമ്പും പുറത്തു വന്നിട്ടുണ്ട്, ഇപ്പോൾ വരുന്നത് മാത്രമല്ല. അദ്ദേഹം CPMലായിരുന്നപ്പോഴുണ്ട്, CPM പുറത്തു വന്നപ്പോഴുണ്ട്. പക്ഷെ ഇവിടെ പെടാൻ പോകുന്ന ആരാണെന്ന് വെച്ചാൽ UDF ആണ്, കോൺഗ്രസ് ആണ്. കാരണം സുധാകരനെ മാനേജ് ചെയ്യുക UDFനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരിക്കും. കാരണം അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറെ വർഗീയവാദി എന്ന് വിളിച്ച വിഷയത്തിൽ കോൺഗ്രസും UDFും മുസ്ലിം ലീഗും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കും? എങ്ങനെയായിരിക്കും അതിന്? കഴിഞ്ഞ ദിവസം പറഞ്ഞു കയറി പോകുമ്പോൾ ആരോ അടുത്ത് നിന്നിട്ട് മതി എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ കൈയെടുക്കാൻ പറഞ്ഞുകൂടി. അതാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുള്ള കുഴപ്പം. സംരക്ഷിക്കാൻ ശ്രമിക്കാന്നുള്ള ഒരു തരത്തിലും അവർക്ക് വഴങ്ങുകയോ കീഴടങ്ങുകയോ ചെയ്യില്ല അദ്ദേഹം. കോൺഗ്രസിനോ UDFനോ വഴങ്ങാൻ പോകുന്നില്ല. ഇപ്പോൾ TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള സമീപന പ്രശ്നങ്ങളില്ല. TK ഗോവിന്ദൻ ഇത്തരത്തിലുള്ള മോശം രാഷ്ട്രീയ പ്രവണതകൾ അദ്ദേഹത്തിനില്ല, സമീപനത്തിൽ പ്രശ്നങ്ങളില്ല, കുഞ്ഞികൃഷ്ണനും ഇല്ല. അവരുടെ വിയോജിപ്പ് ആകെ CPMൻ്റെ ഈ പ്രശ്നങ്ങളോടുള്ള വിയോജിപ്പാണ്, പ്രശ്നാധിഷ്ഠിതമാണ്. നാളെ ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു പോയേക്കാം. ഞാൻ വിചാരിക്കുന്ന അവർ രണ്ടുപേരും CPMലേക്ക് തിരിച്ചു പോകുന്നതാണ്. CPM ഒരു തിരുത്തൽ വരുത്തുകയും ഇത്തരം ആളുകൾ ഉൾക്കൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്താൽ അവർ തിരിച്ചു പോകും. പക്ഷേ സുധാകരൻ ഒരിക്കലും തിരിച്ചു പോകില്ല. കാരണം സുധാകരൻ്റെ പ്രശ്നം രാഷ്ട്രീയമല്ല, അത് എന്നാണ് വളരെ വിഭാഗീയമായ ആ പാർട്ടിക്കകത്ത് തന്നേക്കാൾ താൻ കൈപിടിച്ച് നടത്തിയ ആളുകളൊക്കെ പാർട്ടി സെക്രട്ടറി ആവുന്നു, വലിയ വലിയ ആളുകളാവുന്നു, MLAമാരാവുന്നു, പിന്നെയും മത്സരിക്കുന്നു, എനിക്ക് മത്സരിച്ചുകൂടെ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള വളരെ വ്യക്തിപരമായ, വളരെ റിഗ്രസീവായ, കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ വളരെ റിഗ്രസീവായ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹം ഉയർത്തിയ ആക്ഷേപങ്ങൾ ചിലതൊക്കെ ശരിയായിരിക്കാം, ചിലതിൽ വസ്തുതാപരമായിരിക്കാം. അവിടെ പൊളിറ്റിക്കൽ ക്രിമിനൽസും ഉണ്ട്, ചിലപ്പോൾ അതിൽ വസ്തുതയൊക്കെ ഉണ്ടാകാം. പിന്നെ പാർട്ടി അധപതിച്ചിരിക്കുന്നു, അതിലും വസ്തുത ഉണ്ടാകാം.
ജില്ലാ നേതൃത്വം പിഴച്ചു പോയിരിക്കുന്നു, അതിലും വസ്തുത ഉണ്ടാക്കുക, അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്, രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. അദ്ദേഹത്തെ പരിഗണിച്ചില്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കി, പ്രായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി, ഒരു പരിപാടിക്കും ക്ഷണിക്കുന്നില്ല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാവുക UDF ആണ്. ഇദ്ദേഹത്തെ അടുത്ത 5 വർഷം എങ്ങനെ ക്യാരി ഓവർ ചെയ്യും എന്നുള്ളത് UDF മുമ്പിൽ വലിയ തലവേദനയായിരിക്കും. നിഷാദ്, ഇപ്പോൾ അജിംസ് UDF പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും കാണേണ്ട മറ്റൊരു മറുവശമുണ്ട്. സുധാകരൻ തന്നെ പറയുന്നുണ്ട്, ആലപ്പുഴയിൽ ഈ പാർട്ടീനെ തന്നെ തിരിച്ചുകൊണ്ടുവരാൻ പക്ക ബുദ്ധിയോ നേതൃശേഷിയുള്ള ആരും നിലവിലില്ല. ആർ നാസറിനടക്കമുള്ളവരൊക്കെ അദ്ദേഹം തള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചുവരവ് ആലപ്പുഴയിലെ CPM ഉണ്ടാകില്ല എന്ന് സുധാകരൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൂടിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. മറ്റൊന്ന്, മുമ്പ് അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഇങ്ങനെ തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ട് അന്ന് CPM ഉണ്ടായിരുന്ന ആരും തയ്യാറല്ലായിരുന്നു. ഇതിൽ നമ്മൾ കണ്ടിരുന്നു, നീർക്കുന്ന സ്കൂളിൽ നടക്കുമ്പോഴത്തേക്ക് സാറേ എന്ന് വിളിക്കാൻ നിങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്നുള്ള അമ്പലപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഹാരിസ് പറയുന്നുണ്ട്. മുമ്പ് ഇതേ സമീപനം ഉണ്ടായിരുന്നപ്പോൾ അത് അംഗീകരിക്കുകയും അത് അതേപടി അനുസരിക്കുകയും ചെയ്ത അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ CPMകാരാണ് മറുവശത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെ വെളിപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്നത് എന്നതുകൂടിയുണ്ട്. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. നേരത്തെ CPMനകത്ത് ആലപ്പുഴയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു മാടമ്പിയായിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. അദ്ദേഹം തമ്പുരാനെ പോലെ പെരുമാറി എന്ന വിമർശനം ഇപ്പോൾ CPMമാർ പറയുന്നുണ്ട്. അതിലൊരു വസ്തുതയും ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പെരുമാറിയത് എങ്ങനെയാണ്, അത് മാധ്യമങ്ങളോടായാലും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോടായാലും ഒക്കെയും അദ്ദേഹം ചിലപ്പോൾ വലിയ കാർക്കശ്യത്തിൻ്റെയും വലിയ ആധിപത്യ രൂപത്തിൻ്റെയും ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അത് CPMലെ ഒരു രീതിയിലെ ഭാഗം കൂടിയാണ് കേട്ടോ. CPMലെ ആലപ്പുഴയിലെ പിണറായി വിജയനായിരുന്നു അദ്ദേഹം. പിണറായി വിജയനോട് ചോദിക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നു? കണ്ണൂരിലും അങ്ങനെ ചോദിക്കാൻ പറ്റില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം ഉണ്ടായിരുന്നു? MVRനോട് ചോദിക്കാൻ പറ്റുമായിരുന്നു? പറ്റില്ലായിരുന്നു. അങ്ങനത്തെ നേതാക്കന്മാർ ഒരുപാട് CPMലുണ്ടായിരുന്നു. അതിലൊരു ആലപ്പുഴ നേതാവാണ് G. സുധാകരൻ. അദ്ദേഹം ഇതുപോലെ ഭയങ്കര പാർട്ടിക്കകത്ത് വൻ മാടമ്പി സ്വഭാവത്തിൽ പെരുമാറുകയും ആ മാടമ്പി സ്വഭാവത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു അനുയായി വൃന്ദത്തെ ഉണ്ടാക്കുകയും അവരെല്ലാം കൂടി സാധ്യമാക്കി കൊടുത്തവന്നാണത്. അവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഭാഗങ്ങളിൽ നിന്ന് നടത്തിക്കൊടുത്ത ആൾക്കാരാണ് എന്ന കാര്യം ആലോചിക്കണം. അല്ലാതെ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സമീപന പ്രശ്നം എന്ന് പറയുന്ന സംഗതി മറ്റുള്ളവർ അതിനോട് വഴങ്ങി നിൽക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ പ്രയോഗവൽക്കരിക്കപ്പെടുക. അല്ലെങ്കിൽ എന്താ നടക്കുക? അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ആധിപത്യ സ്വഭാവമുള്ള പെരുമാറ്റം പാടില്ല എന്നാണല്ലോ സത്യത്തിൽ CPMമാർ പറയുക. ലെനിൻ പോലും പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിലുള്ള സഖാക്കൾക്ക് ഈ നിലയ്ക്കുള്ള സ്വഭാവ വൈചിത്ര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾക്കൂട്ടത്തിലെടുക്കുമ്പോൾ നമ്മൾ കുറേ സഖാക്കൾ നിൽക്കുമ്പോൾ അതിൽ എന്താ പറയുക, വ്യക്തിപരമായ പ്രശ്നങ്ങളുള്ള സഖാക്കളുണ്ടാവാം, മുൻശുദ്ധിയുള്ളവരുണ്ടാവാം, ദേഷ്യമുള്ളവരുണ്ടാവാം, കുറച്ച് അഹങ്കാരമുള്ളവരുണ്ടാവാം. ഒരാൾക്കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് സഹിക്കാം. പക്ഷേ ഒരാൾ നേതാവായി കഴിഞ്ഞാൽ ആ നേതാവിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണെന്ന് ലെനിൻ പാർട്ടിക്ക് എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, സഖാവ് സ്റ്റാലിനെ ഈ പ്രശ്നങ്ങൾ പിടികൂടിയിരിക്കുന്നു, പാർട്ടിക്ക് പറ്റുമെങ്കിൽ അയാളെ തിരുത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ കുറിപ്പ്, അവസാനത്തെ പാർട്ടി കമ്മിറ്റിക്ക് എഴുതുന്ന കുറിപ്പിൽ അദ്ദേഹം രോഗശയ്യയെ കിടക്കുന്നു എന്ന് പറഞ്ഞവരുള്ള പ്രശ്നം നേതൃതലത്തിൽ വന്നതിന് ശേഷവും ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് അത് CPMൻ്റെ ആകമാനം കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്നാ സംഭവിക്കും ചോദിച്ചാൽ, ഇപ്പോൾ ആൾക്കാർ പറയും, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞിട്ടുള്ള ഗുരുതരമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പലതരത്തിലുള്ള കമൻറ്റ് പറഞ്ഞു, CPM ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കൊത്താതിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ തീരുമാനിക്കുന്നതാണ്. വേറൊരു തരത്തിൽ നോക്കിയാൽ CPM അതിൽ കൊത്തുന്നത് നല്ലതാണ്. CPM എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ആ CPMനെ തോൽപ്പിച്ച് ജയിച്ചു വന്ന ആളാണ് അത് സുധാകരനാണ്. സുധാകരൻ CPMനെ തോൽപ്പിച്ചിട്ട് CPMനേക്കാൾ എന്തുമാത്രം ക്വാളിറ്റിയിൽ പെരുമാറുന്നു എന്നാണ് ആൾക്കാർ നോക്കുന്നത്. ആൾക്കാർ ഓഡിറ്റ് ചെയ്യുന്നു. അതാണ് അദ്ദേഹം ക്വാളിറ്റിയിലാണോ പെരുമാറുന്നത്? അല്ല. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിലായവിടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പൊതിച്ചോറ് കുഴപ്പമാണെന്ന് പറഞ്ഞത്. ഈ പൊതിച്ചോറ് ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഏതോ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആളാണ് അദ്ദേഹം. ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൊതിച്ചോറിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം വലിയ തോതിൽ പുകഴ്ത്തി പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മിഴി നിറയുന്നവരുടെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന് പറയുന്ന പേരിൽ DYFI നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഒരുപാട് സംഗതി നടക്കുന്നുണ്ട്. അതിലൊന്നാണ് മെഡിക്കൽ കോളേജുകളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പൊതിച്ചോറ് എത്തിക്കുക. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ അതിന് കാത്തു നിൽക്കുന്നവർ, CH സെൻറ്ററിൽ കാത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ കാണാം. അത് ആവശ്യമുള്ള മനുഷ്യരുണ്ട്. അതൊരു വലിയ പ്രവൃത്തിയാണ്. അതിനെ ആരെല്ലാം രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ കണ്ടുപഠിക്കണം, ഒരു യുവജന സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്ന് യൂത്ത് കോൺഗ്രസിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ആവശ്യം എന്താണ്, അത് ഇതിനകത്ത് നടത്തുന്നതിനാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്താണോ ഈ ചോറുണ്ടാക്കേണ്ടത്? എന്താ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് ചോറുണ്ടാക്കിയ കുഴപ്പം എന്താണ്? അപ്പോൾ ഇല്ലോജിക്കലായിട്ടുള്ള കാരണം പറഞ്ഞ് കേവലമായിട്ടുള്ള വിരോധം തീർക്കാൻ അദ്ദേഹം ഓരോ മഷൾ വർത്താനം പറയാണ്. പിന്നെ പറയാണ് എന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്കുണ്ടെന്ന് പറയുന്നു. കുഞ്ഞാലിക്കുട്ടി പോലാണോ ഇവിടെ? അവിടെ ഒരാൾ പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യും, അതുപോലെയാണ് ഇവിടെ എനിക്ക് വോട്ട് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുള്ള ഓരോ മണ്ടത്തരം അദ്ദേഹം പറയാം. പിന്നെ പറഞ്ഞ ഒരു മുസ്ലിം പേരുള്ള മനുഷ്യനെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ്. അതിൽ പരം അവസാനത്തെ വീഴ്ചയാണ്.
ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ എന്തൊക്കെ അലമ്പുണ്ടാക്കുമ്പോഴും ഒരു സെക്യുലർ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പം മലപ്പുറവും CPM തമ്മിലുള്ള ഹൃദയബന്ധം നിങ്ങൾക്ക് അറിയാത്താണോ, മലപ്പുറം പോയ മഹനീയമായ വേറെ നാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPM-ലൊക്കെ പുറത്തേക്ക് വരുന്നതിന് മുൻപ് ഈ മുസ്ലിം സംഘടനകളെ ചാപ്പയടിച്ചും നാട്ടക്കുറി വെച്ചും നമ്മൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതി ആത്യന്തികമായി കേരളത്തിൻ്റെ വിനാശത്തിനെ കാരണമാവുകയുള്ളൂ, അതല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതെന്ന് പറഞ്ഞ ആളാണ്. ആ നിലയ്ക്കൊക്കെ സെക്യുലർ പൊളിറ്റിക്സ് ഉറക്കെ സംസാരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ഇഷ്ടമില്ലാത്ത ഒരു ചോദ്യം ചോദിച്ച ആളുടെ പേര് നോക്കിയിട്ട് നിങ്ങൾ പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് വർഗീയവാദിയായിരുന്നില്ല, അത് ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആക്ഷേപം ഉന്നയിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം താഴാവുന്നതിൻ്റെ താഴെ വന്നു. ജി സുധാകരനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. അദ്ദേഹം ആലോചിച്ച് നോക്കണം. അദ്ദേഹം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത്, നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിക്കണ്ണൻ ഇറങ്ങി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ TK കോന്നി ഇറങ്ങി വന്നിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? അതിപ്പോൾ പയ്യന്നൂരിലെ MLA പോയി നോക്കി, ഇപ്പോഴും അദ്ദേഹം ക്വാളിറ്റേറ്റീവ് അല്ലാത്തൊരു വർത്തമാനം പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിയോട് നന്നാവുന്നതാണ്, അല്ലാതെ പാർട്ടി മോശമാണെന്നോ പിണറായി വിജയൻ മോശമാണെന്നോ CPM നശിച്ചു പോകണമെന്നോ പാർട്ടിയിലുള്ളവരും വർഗീയവാദികൾ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി. അത് അദ്ദേഹത്തിന് നഷ്ടമായി തുടങ്ങുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു CPM അദ്ദേഹത്തെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് അദ്ദേഹം പരമാവധിയിൽ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ജി സുധാകരൻ തന്നെ നല്ലതെന്ന് പറയാൻ എത്ര പേരെ കിട്ടും? ഇപ്പം 10 പേരെടുത്താൽ 8 പേരും അദ്ദേഹം ആ പറഞ്ഞത് മോശമായി പോയി, മറ്റേത് മോശമായി പോയി എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. സോ സുധാകരൻ്റെ കരിയറിൽ അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്ന അങ്ങേയറ്റത്തെ വൈചിത്രം നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. അദ്ദേഹത്തെ സംരക്ഷണം ഒരുക്കാനൊക്കെ കോൺഗ്രസ്സിന് തീരുമാനിക്കാനും പറ്റില്ല, അത് ഇറങ്ങിത്തിരിക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസ്സിന് തലക്കടിക്കുന്ന തരത്തിലുള്ള നിലപാട് അദ്ദേഹം എടുത്തു കളയും. പിന്നെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള നേരത്തെ മുതൽ തന്നെ കർക്കശക്കാരനായിരുന്ന ഒരാൾ നമ്മൾ പിണറായി വിജയനെ തന്നെ കണ്ടിട്ടുണ്ട്. ഇത്തരം ശാഠ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും. സോ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി ഇത്രയും വൈകിയ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആളുകൾക്കിടയിലുള്ള ഒരു ട്രസ്റ്റും ആളുകൾക്കിടയിലുള്ള അക്സെപ്റ്റൻസിനെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ അത് വഷളായി കഴിഞ്ഞു. ജി സുധാകരനെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും CPM-നെ തിരുത്താവുന്നതായിരുന്നു. പ്രളയത്തിൻ്റെ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോക്കൂലി പിരിച്ചെന്നവരിലൊരു ഓമനക്കുട്ടൻ എന്ന സഖാവിനെ പരസ്യമായിട്ട് ശാസിക്കുന്നതും ചൂടാകുന്നതുമായ ഒരു വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് വേണമെങ്കിൽ പാർട്ടിക്ക് തിരുത്താമായിരുന്നു. പക്ഷേ അന്നും കുറേ പേർ സുധാകരനെ ചേർത്ത് പിടിക്കാനുണ്ടായി. അതിൽ ഈ ആലപ്പുഴയിലെ നേതാക്കൾ പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ സുധാകരൻ്റെ പഴിയെ CPM എങ്ങനെ മറികടക്കും, അല്ലെങ്കിൽ സുധാകരൻ എങ്ങനെ നേരിടും എന്നത് കണ്ടു തന്നെ അറിയണം.